നമുക്കിപ്പോ അങ്ങനെ പ്രതികരിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഇല്ല. മൗലികാവകാശങ്ങളുണ്ടെന്ന് വെളിച്ചത്തിൽ പറയുകയും എന്നാൽ അത് നടപ്പിലാക്കാൻ കാര്യത്തോടടുക്കുമ്പോ അതും വെറും ഒരു പൊള്ളയായ വാഗ്ദാനം മാത്രമാണെന്ന തിരിച്ചറിവ് വരും. പൊള്ളയായ വാഗ്ദാനം നൽകിയത് ഞാനോ അതോ അവളോ? ബോധമില്ലാതെ അവൾ ഓരോന്ന് പറയും ചെയ്യും. അതിനൊക്കെ അനുഭവിക്കുന്നത് ഞാനും. പുറമേ നോക്കുന്നവർക്ക് ഇതെല്ലാം ഒരു തമാശ. ഒരൊറ്റ ആരോപണം മതി ഒരാണിന്റെ മാനവും ജീവിതവും ഇല്ലാതാകാൻ. അപ്പൊ പിന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ അവന്റെ കാര്യം പറയണ്ടല്ലോ. വൈരാഗ്യത്തിന്റെ പേരിൽ ഒരാളെ കരിവാരി തേക്കാൻ വേണ്ടി ഒരു പെണ്ണ് തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ അവന്റെ കാര്യം പറയണ്ടല്ലോ. ഈ പറയുന്ന മീഡിയയും പോലീസും ഒക്കെ അവളുടെ പുറകെ ആയിരിക്കുമല്ലോ. 4 പേർക്ക് സൂഹിക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം അതിലുണ്ടെങ്കിൽ പിന്നെ എരിവും പുളിയും ചേർത്ത് എല്ലാവരും അതങ്ങ് ആഘോഷിക്കും. കുറ്റം ചെയ്തോ ഇല്ലെന്ന് തെളിയുന്നതിന് മുന്നേ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പ്രതിയെന്ന് മുദ്രകുത്തും. ഒന്നും അറിയാതെ പെട്ടുപോകുന്ന എന്നെപ്പോലുള്ള സാധാരണക്കാരന് എന്ത് ചെയ്യാൻ പറ്റും? നരേഷ് അങ്ങനെ സാധാരണക്കാരനൊന്നുമല്ല, അത്യാവശ്യം പിടിപാടൊക്കെ ഉണ്ടല്ലേ? ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. എറണാകുളത്ത് ഒരു ഓഡീഷൻ നടന്നുവെന്ന് നരേഷും ദേവികയും പറയുന്നുണ്ട്. ഒരു ഓഡീഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഫിലിം ചേംബറിന്റെ പെർമിഷൻ വേണം. ഇവിടെ നടന്ന ഓഡീഷന് അതൊട്ടില്ലതാനും. ഇത് ശരിക്കും ഓഡീഷൻ തന്നെ ആയിരുന്നോ? അങ്ങനെയല്ല, പെർമിഷൻ ഫൈനലാകും മാത്രമേ എടുക്കാറുള്ളത്. അത് പിന്നെ പ്രൊഡ്യൂസർ. എന്നിട്ട് അന്ന് ആ വീട്ടിൽ നടന്ന ഓഡീഷനിൽ എത്ര പേർക്ക് സെലക്ഷൻ കിട്ടി? പെട്ടെന്ന് ഇൻഡസ്ട്രിയിലേക്ക് കയറി വരുന്ന ഒരു പ്രൊഡ്യൂസർക്ക് ഡയറക്ടർ പോലും ഇല്ലാതെ ഓഡീഷൻ നടത്താൻ സാധിക്കുമോ മിസ്റ്റർ നരേഷ്? ഞാനും അവളും തമ്മിലല്ല പ്രശ്നം. ഒരു സിനിമയ്ക്ക് വേണ്ടതെല്ലാം ആ സിനിമയിലുണ്ട്. കേസ് ഇങ്ങനെ ആയതുകൊണ്ട് ആ പേരൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോ അതേ പേരിൽ ആ സിനിമ വരുമോന്നും അറിയില്ല. ദേവിക നൽകിയ പരാതിയിൽ താങ്കളുടെ പേര് എവിടെയും പറയുന്നില്ല. മറിച്ച് ഓഡീഷൻ നടത്തിയ വീട്ടുടമസ്ഥനെതിരെയും സിനിമ പ്രൊഡ്യൂസർക്കെതിരെയുമാണ്. അത് രണ്ടും ഒരാൾ തന്നെ. ആ രീതിയിൽ ഒരു അന്വേഷണം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണോ നരേഷ് പ്രതിയാകപ്പെട്ടത്? അങ്ങനെ ആവാലോ. ചുറ്റുമുള്ളവർക്കൊക്കെ 2 മുഖങ്ങളുണ്ട്.